the other people. But Jesus said that let the children come to me, because Jesus loves you so much. When Jesus loves you, then I can be others. That's why I love you so much and I am very happy to see you all. നമ്മുടെ ഈ സന്ധ്യാസമയത്ത് ഇന്ന് നിങ്ങളെ കുറച്ചു പേരെ എങ്കിലും ആണെങ്കിലും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട അലക്സ് അച്ഛൻ ഒത്തിരി ത്യാഗവും കഷ്ടപ്പാടും സഹിച്ചാണ്. അച്ഛൻ ഇന്ന് രാവിലെ അച്ഛൻ്റെ വീട്ടിലെ ഷിഫ്റ്റിങ് നടക്കുകയാണ്. പാവം കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെ അതെല്ലാം ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ രാവിലെ മുതൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട എൽദോസ് കൊച്ചിനെയും കൊണ്ടാണ് അങ്ങോട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന്. ഞാൻ ഇവിടെ വരാനുള്ള കാരണം 11 വർഷം മുൻപ് എൻ്റെ ഓർമ്മകൾ പോവുകയാണ്. 2006 സമയത്താണ് അന്ന് ഓസ്ട്രേലിയയുടെ ചുമതല എനിക്ക് തന്നിരുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെ നമ്മുടെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. നമുക്ക് ഇടവകകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുന്ന് മെൽബണിൽ നിന്ന് ആദ്യം വിളിച്ചത് നമ്മുടെ ഒരു സജിയാണ്, ഷെവലിയാർ തോമസ് എബ്രഹാം. അപ്പോൾ പിന്നെ നിരന്തരമായി ഇവിടെ ഒരു ഇടവക സ്ഥാപിക്കാനുള്ളതായ ശ്രമങ്ങളും ഉള്ള ആളുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൊണ്ട് നമ്മളൊരു ഇടവകയ്ക്ക് ഇവിടെയും സിഡ്നിയിലും അങ്ങനെ തുടക്കം കുറിക്കുകയായിരുന്നു. അതിന്ന് ഇത്രയും അനുഗ്രഹീതമായി ഞാൻ ആഴ്ച ഒരാഴ്ച അവിടുത്തെ നമ്മുടെ സെയിൻറ്റ് ജോർജ് പള്ളിയിലേക്കാണ് ക്ഷണിച്ച് ഇവിടെ വന്നതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എല്ലാ നമ്മുടെ സഭയുടെ മക്കളെയും ഒരുമിച്ചൊന്ന് കാണാൻ നിങ്ങളുടെ കൂടെ അല്പസമയം സ്പെൻഡ് ചെയ്യാനുമായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഇവിടെ സാധിക്കുമെങ്കിൽ 3 സ്ഥലത്തും കുർബാന ചെല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ 2 സൺഡേയാണ് കഴിഞ്ഞ ആഴ്ചത്തെ അവിടുത്തെ ഈസ്റ്ററിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് നാളെ സജിയച്ചൻ്റെ പള്ളിയിൽ അവിടെ നമ്മുടെ സെയിൻറ്റ് മേരീസ് പള്ളിയിലെ കുർബാനയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കാണുവാനെങ്കിലും ആഗ്രഹിച്ചത്. പരിശുദ്ധ സഭയുടെ മക്കളാണ് നിങ്ങളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന 2 പേര് UK നിന്ന് ഇവിടെ വന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ ഇടവകകൾ തുടങ്ങുന്ന സമയത്ത് 2004 അവിടുത്തെ ഇടവകകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ 5, 6, 7, 8 പേരൊക്കെയാണെന്ന് പല സ്ഥലത്തും ഉള്ളൂ. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ സ്ട്രഗിള്. നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ, ഭാഷ പരിചയമില്ല, അടുത്ത ചുറ്റുപാടുകൾ പരിചയമില്ല, ഒരാൾക്കേ ജോലിയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അപ്പോൾ ഞാനിന്ന് പോയിരുന്നു ഈ അച്ഛനോട് പറയായിരുന്നു, ഇവിടെയും അത് വ്യത്യസ്തമായിരുന്നിരിക്കില്ല. പലപ്പോഴും ജോലിയുടെ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ കൊച്ചിനെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരുന്നത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ്. ഭാര്യ വന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് കൊച്ചിനെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടുത്തെ ആൾ ജോലിക്ക് പോകും. അങ്ങനെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെയും നിങ്ങളൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ അതുപോലെ സ്ട്രഗിൾ ചെയ്ത ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് നമുക്ക്, ഞാൻ അത്ഭുതപ്പെട്ടു, ഇവിടെ തന്നെ നമുക്ക് 10-60 ഫാമിലികൾ ഇവിടെയുണ്ട്. 200ഓളം ഫാമിലി ആ സെൻറ്റ് ജോർജ് പള്ളിയിൽ തന്നെ അതിൽ കൂടുതലുണ്ട്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നമുക്ക് ന്യൂസിലാൻഡിലുമായിട്ട് നമ്മുടെ ഒത്തിരി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ സന്ദർഭം എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്ന കൃപയുടെ കാലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് UK-യിലും അയർലൻഡിലും ഒക്കെ 5 ഫാമിലി ആണെങ്കിലും ഡബ്ലിനിൽ തുടങ്ങുമ്പോൾ 7 ഫാമിലി അവരുണ്ടായിരുന്നു. ഓരോ നേരത്ത് 149 കുടുംബങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ജനറേഷന് നമുക്ക് ദൈവത്തെ കൊടുക്കാൻ, നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും എന്താണെന്ന് കൊടുക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. നാട്ടിൽ വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടെന്നെങ്കിലുമൊക്കെ നമുക്കത് കിട്ടും. കാരണം സോയിൽ ഇറ്റ് സെൽഫ് ഈസ് റിലീജിയസ്. അതിനകത്ത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആ മണ്ണിൽ തന്നെ ഒരു റിലീജിയസിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ ദേ ആർ ഇൻ എ സെക്കുലർ വേൾഡ്. വീട്ടില്
നിങ്ങൾ കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഒരു ലോകം. But when they go out in the school and also outside, they come across a totally different reality. ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്താണ് അവർ. And they are in two different worlds. And also automatically they will be confused. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും ആളുകള് ഇന്നിവിടെ വന്ന് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളുകളുണ്ടാകും. ഒത്തിരി പല കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടാകും. എന്തുകൊണ്ടാണ് ഇന്ന് 100 കിലോമീറ്റർ യാത്ര ചെയ്താണ് പള്ളിയിൽ പോകാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് പ്രേരിപ്പിക്കുന്നത് എന്താണ്? കുഞ്ഞുനാളിലെ നമ്മുടെ അപ്പനും അമ്മയും മടിയിലിരുത്തി നമുക്ക് പ്രാർത്ഥനയും പാട്ടും ഒക്കെ പറഞ്ഞു തന്നു. ഞായറാഴ്ച നമ്മളെ പള്ളികളിൽ കൊണ്ടുപോയി. ഇവിടെ അമ്മച്ചി ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ ആ ഒരു തലമുറയുടെ ത്യാഗവും കഷ്ടപ്പാടും നമുക്കൊക്കെ കുഞ്ഞുനാളിലെ ഹൃദയത്തിൽ തന്ന വിശ്വാസത്തിന്റെ ആ വിത്തുകളാണ് ഇന്ന് വളർന്ന് നമ്മയൊക്കെ ഇന്ന് ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടു പോകുന്നത്. 100 അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പള്ളികളിൽ ചെല്ലുമ്പോഴും പകുതിയിൽ അധികവും കുഞ്ഞുങ്ങൾ ആൻഡ് ദി ചിൽഡ്രൻ ആൻഡ് ദി യങ് പീപ്പിൾ, അവർക്ക് പലരും ഇവിടെ നേരത്തെ വന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ കേൾക്കാൻ സൗകര്യങ്ങളില്ല, സാഹചര്യങ്ങളില്ല. ആകപ്പാട് ഇത് കേൾക്കാനുള്ള അറിയാനുള്ള അവസരങ്ങൾ പ്രധാനമായിട്ട് കാത്തലിക് സ്കൂൾ ഇറ്റ് മേ ബി ആൻ എക്സെപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വിശ്വാസവും ദൈവഭയവും പള്ളികളിൽ നിന്ന് കിട്ടുന്നതും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർക്ക് പുറമേ നിന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി ചിന്തിക്കുന്ന ആകുലപ്പെടുന്ന ആളുകളാണ്. അതേസമയം തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി പണത്തേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ കൊടുക്കേണ്ടത് സ്നേഹവും വിശ്വാസവും ദൈവഭയവുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു വിത്ത് നമ്മൾ നട്ടുകഴിഞ്ഞാൽ അത് നല്ലതുപോലെ അതിന്റെ വേരാഴമുള്ളതാണെങ്കിൽ കാറ്റും കൂളുമൊക്കെ വരുമ്പോൾ ഒരു മരം, ഫോർ എക്സാമ്പിൾ an ആപ്പിൾ ട്രീ, അത് വലുതായി കഴിയുമ്പോൾ വിൻഡ് ശക്തമായിട്ട് ബ്ലോ ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി മറയും. ആൻഡ് ഇഫ് ഇറ്റ്സ് ദ റൂട്ട് ഈസ് ഡീപ് ആൻഡ് സ്ട്രോങ്, അത് മറിഞ്ഞു പോവില്ല, അത് ആടും. ഇതുപോലെ തന്നെ ഇവരുടെ ടീനേജുകളിലും ഇവരുടെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. പക്ഷെ വിശ്വാസത്തിൽ ആൻഡ് എബവ് ഓൾ there is a time they have to face the life alone. They have to face the life alone. അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, അവിടെ ദൈവത്തിന്റെ ഭയവും ദൈവാശ്രയവും, നമ്മളൊക്കെ ഇന്ന് പല ക്രൈസിസിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്താ? ഏത് പ്രശ്നം വരുമ്പോഴും നമ്മൾ പ്രത്യാശയോടെ നയിച്ചു കഴിയുന്നത് എന്താ? ദൈവം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ ദൈവത്തെ ഉള്ളിൽ കൊടുക്കണം. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഞാൻ അവിടെ പറഞ്ഞു, എൻ്റെ വൺ ഓഫ് മൈ എക്സ്പീരിയൻസസ്, എൻ്റെ കൂടെ ജർമ്മനിയിൽ പഠിച്ചതായ ഒരു പെൺകൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവള്, ഹെർ നെയിം ഈസ് മോണിക്ക. അവള് until her 12th year she was very religious and her mother was very religious and she used to teach her the prayers and also read from the Bible and also some verses she had to learn by heart. അങ്ങനെ അവള് ഈ പ്രാർത്ഥനയും ഇതൊക്കെ 12 വയസ്സ് വരെ അമ്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. And at the year of 12 she attended a world Catholic, she is a Catholic youth conference in Berlin in Germany. ആ കാത്തലിക് യൂത്ത് കോൺഫറൻസിൽ പോപ്പ് ജോൺ പോൾ II, അദ്ദേഹം, he was there and he gave them the children for the youth a motto, and it was from the Isaiah, the book of Isaiah. ആ വാചകം എന്ന് പറയുന്ന ബിബ്ലിക്കൽ വേഴ്സ് എന്ന് പറയുന്നതായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. അപ്പൊ അതിങ്ങനെ കേട്ടു, ഈ മോണിക്ക് ഇത് കേട്ടു, കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോയി അതൊക്കെ കേട്ട് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ദെൻ ഒരു ടോട്ടലി ഒരു സെക്കുലർ ലൈഫിലേക്ക് മാറി. ദൈവമില്ല, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, ഒരു
ടിപ്പിക്കൽ വെസ്റ്റേൺ യൂത്തിന്റെ ഒരു സ്റ്റൈലിലേക്ക് മാറി. യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ, ജർമ്മനിയിലെ റേഗൻസ്ബർഗ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുമ്പോൾ, ജർമ്മൻ ഭാഷ അതാണ് പുള്ളിക്കാരത്തി സ്പെഷ്യലൈസ് ചെയ്യുന്നത്. എന്നാൽ ലാറ്റിൻ ഇതിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ട്. അപ്പൊ പറയുമ്പോൾ ഞാൻ തിയോളജിയാണ് പഠിക്കുന്നത്. ഇങ്ങനെ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ ചുമ്മാ ആളുകൾക്ക് ഓരോ ഇത് ഭയമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആർഗ്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ ബിഷപ്പായതിനു ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ജർമ്മനിയിൽ ചെല്ലുമ്പോൾ ഞാൻ മോണിക്കയെ കണ്ടു. മോണിക്കയെ കാണുമ്പോൾ മോണിക്ക എന്നോട് പറഞ്ഞൊരു സംഗതി, അത് നിങ്ങൾ പേരൻസ് പ്രത്യേകം കേൾക്കണം, ഓൾസോ ദി ചിൽഡ്രൻ. മോണിക്ക കല്യാണം കഴിഞ്ഞു, ഒരു കൊച്ച് ഉണ്ടാകാനായിട്ട് ഷി വാസ് ക്യാരിയിങ്. അത് കഴിഞ്ഞ് 7 മാസമായപ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം അവളുടെ BP ഷൂട്ടപ്പ് ചെയ്തു. ഷുഗറിന്റെ ലെവല് ഹൈ ആയി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടേഴ്സ് നോക്കി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് BP താഴേക്ക് വരുന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഇത് കുഞ്ഞും തീരും അമ്മയും തീരും എന്നുള്ളൊരു സ്റ്റേജാണ്. അപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരാളെയെങ്കിലും നമുക്ക് സേവ് ചെയ്യാം, എന്താണെങ്കിലും സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്താം, അല്ലെങ്കിൽ രണ്ടുപേരും ഇതാകുമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാം. ആ പോകുന്ന പോക്ക് മോണിക്കയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ അതിന്റെ അവസാനം മരണത്തെ മുഖാമുഖം കണ്ട ഒരു നിമിഷം. തിയേറ്ററിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം ഇരുട്ടാണ് പുള്ളിക്കാരന് കാണുന്നത്. പക്ഷെ പെട്ടെന്ന് മനസ്സിലേക്ക് ദാറ്റ് ബിബ്ലിക്കൽ വേഴ്സ് ദാറ്റ് കെയിം ഇൻടു ഹെർ മൈൻഡ്. ഏതായിരുന്നു വാചകം? ഏതായിരുന്നു? ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു. പെട്ടെന്ന് ഇവളുടെ മനസ്സിലേക്ക് ഈ വാക്ക് ഇങ്ങനെ കടന്നു. ആ ഡോക്ടർ അകത്ത് തിയേറ്ററിന്റെ അകത്ത് കയറ്റി നോക്കി കഴിഞ്ഞപ്പോ BP ഒത്തിരി താഴേക്ക് വന്നിരിക്കുന്നു. എന്താണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആ ഭാഗം. സർജറി നടത്തി, അമ്മയും രക്ഷപ്പെട്ടു, കുഞ്ഞും രക്ഷപ്പെട്ടു. ഞാൻ മോണിക്കയെ കണ്ടു കഴിഞ്ഞപ്പോൾ മോണിക്ക പറയുകയായിരുന്നു, 12 വയസ്സ് വരെ എൻ്റെ അമ്മ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും എനിക്ക് പറഞ്ഞു തന്ന വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ തന്നു. ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട് എല്ലാം തീർന്നു എന്ന് ഒരു ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ എൻ്റെ ജീവന രക്ഷയായിട്ട് എത്തിയത് 12-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ട ദൈവത്തിന്റെ വചനം, ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. അവളിപ്പോ ആ കുഞ്ഞും നല്ലൊരു വിശ്വാസിയായിട്ട് ഇതുപോലെ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. ഞാനിത് പറഞ്ഞത് കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന നമ്മള് വിദ്യാഭ്യാസം, സെക്കുലർ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അറ്റ് ദി സെയിം ടൈം if we forget to give them the living word of God and to show them the right path of God, അതോടൊപ്പം തന്നെ the seeds of faith അത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് പലപ്പോഴും ഞാൻ 20-22 വർഷത്തെ എൻ്റെ യൂറോപ്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ആദ്യകാലത്ത് പോയ ആളുകൾ വളരെ സങ്കടത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. മലയാളി നമ്മളറിയാം, യുവർ പേരൻസ് they are unlike the Aussies. I am not blaming them. You know the difference is that your parents are living for you. ഇവരൊക്കെ 10-12 when the Aussies children when they are 10, 12 or 15 they have to find their own means to study or to find their ways. നിങ്ങളുടെ പേരൻസ് they are working hard for you. നിങ്ങൾ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ചെയ്യുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ, ഇന്ത്യ മാതാപിതാക്കൾ, മലയാളികള്, നിങ്ങൾ ലോകത്തിന്റെ എവിടെ ചെന്നാലും നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ലക്ഷ്യം ഈ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദിമകാലത്ത് പോയ ഇവിടെ വന്നപ്പോഴും എന്നോട് പല ആളുകളും പറഞ്ഞു, ആദ്യകാലത്ത് 10-30 വർഷം പോലെ they did not have a community and they did not have an opportunity to meet together and to speak our language, to share our culture and to worship God. നമ്മുടെ ആ ലിറ്റർജി, നമ്മുടെ ആരാധനയ്ക്കൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞുങ്ങളൊക്കെ ജർമ്മനിയിലൊക്കെ ഉള്ളതായ ആദ്യകാലത്ത് വന്നവര് അവരിന്ന് ഡിസപ്പോയിന്റഡ് ആണ്. ജീവിതത്തിലെല്ലാം ഒന്നും നേടിയില്ല എന്നുള്ള
ആ ദുഃഖത്തിൽ കഴിയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുക, വിശ്വാസത്തിന്റെ ആ വിത്തുകൾ പാകി കൊടുക്കുക. ഞാൻ ഒരു കാര്യം കൂടെ, രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥ വേദപുസ്തകത്തിൽ ഒരു വാചകമുണ്ട്, ദൈവത്തിന്റെ അനേക ദൈവീക വഴികള്. ഞാൻ വഴിയാകുന്നുവെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഐ ആം ദി വേ. ഹു സെഡ് ദാറ്റ്? ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് സെഡ് ദാറ്റ് ഐ ആം ദി വേ. നമ്മൾ ഈ ഇതിൽ പോകുമ്പോ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി റോഡുകളുണ്ട്. ഇതിന് പോരുന്ന വഴിക്ക് ഈ നാവിഗേഷനൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ പോരുമ്പോ നമുക്കറിയാം, നമ്മളൊരു അഡ്രസ് അടിച്ചു കൊടുക്കും. നമ്മുടെ വീട് ഏതാന്നുള്ള വി ഗീവ് ദി ഹൗസ് അഡ്രസ് ഓർ ദി പ്ലേസ് വേർ വി ഹാവ് ടു ഗോ. We give the address in the navigation, yeah? And we listen what the navigation, that voice says, and we follow that. അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ട്? അല്ലെങ്കിൽ what will happen? We will end up in the wrong place. But in order to avoid that, we are very careful and attentive, and we see that whether it is the right way or wrong way. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഒരു ജീവിതത്തിൽ, നമ്മുടെ സാധാരണ യാത്രയിൽ നമുക്ക് വഴിയുണ്ട്, അല്ലേ? ഒരു വഴിയുണ്ട്. ബിക്കോസ് വി ഹാവ് ആൻ എയിം, ആൻ എൻഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു വഴി തിരഞ്ഞെടുക്കും. ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിമാനം കയറി വഴി കണ്ടുപിടിച്ച് ഓസ്ട്രേലിയയിലെത്തി. ആ വന്ന വഴികൾ നമ്മൾ മറക്കരുത്. വന്ന വഴികൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ യഥാർത്ഥ വഴികളും നമ്മൾ മറക്കരുത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പണ്ടൊക്കെ കൊച്ചായിരുന്നപ്പോൾ അന്നൊന്നും നമ്മുടെ ആ നേവിയുടെ ഒരു എയർപോർട്ടാണ് അവിടെ ഉള്ളത്, എറണാകുളത്ത്. വല്ല കാലത്തും ഒരു ഫ്ലൈറ്റൊക്കെ മോളിൽ കിടക്കും. ഇത് പോകുമ്പോ ഈ കപ്പത്തോട്ടത്തിൽ കൂടെയും പാടത്തിൽ കൂടെയും ഇങ്ങനെ പുറകെ ഓടും അതിന്റെ. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഇതിനകത്തിരിക്കണ ഈ വലിയ മനുഷ്യനാരാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, അവരിൽ ഒരാളാക്കി നമ്മുടെ ദൈവം നമ്മളെ ഇവിടേക്ക് എത്തിച്ചില്ലേ. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിമാന്മാരും കഴിവുള്ള ആളുകളും ഇല്ലാത്തത് കൊണ്ടാണോ ദൈവം നമുക്ക് കൃപകൾ തന്നു? നിങ്ങള് എംബസിയുടെ വാതിൽക്ക് പോയി വിസയ്ക്ക് വേണ്ടി കാത്തിരുന്ന നാളുകള്, UK-ലൊക്കെ യൂറോപ്പിലൊക്കെ അഡാപ്റ്റേഷൻ, ഇവിടെ അതിന് പകരം എന്താണെന്ന് എനിക്കറിയില്ല, അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതിനുവേണ്ടി കാത്തിരുന്ന ആളുകള്. അത് കഴിഞ്ഞപ്പോൾ ഒരു ജോലിയൊന്ന് സ്ഥിരമാകാനുള്ളതായ പ്രാർത്ഥനകള്, കണ്ണുനീരുകള്. ദെൻ നമ്മുടെ PR-ന് വേണ്ടിയുള്ളതായ അത് കിട്ടിക്കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ദൈവം നടത്തിയ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ആ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജീവിതത്തില് നമുക്ക് ലഭിച്ച നന്മകളെ കാണാൻ. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം അദ്ദേഹം വിളിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥനയിലൊരു കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ യൗസേപ്പിനെ ദൈവം മിസ്രയീമില് നടത്തിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി, ഒത്തിരി നാളുകളായി ഓർക്കാതിരുന്നൊരു കാര്യം പെട്ടെന്ന് ജീവിതത്തിലേക്ക്. ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് വലിയ പ്രയാസത്തിലായിരുന്നു, വലിയ പ്രതിസന്ധിയായിരുന്നു. ശവക്കോട്ടയിൽ അപ്പന്റെ കല്ലറയ്ക്ക് പോയി നിന്നുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് യാതൊരു നിശ്ചയമില്ലാത്തൊരു ലോകത്തേക്ക് പോകുന്നു. എന്ത് സംഭവിക്കുന്നു എന്താണെന്നും അറിയില്ല. ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി, ഇപ്പോഴാ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഒന്നോടെ ഓർത്തതെന്ന് പറഞ്ഞു. ഇതുപോലെ ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ മറക്കാതെ, നടത്തിയ ദൈവത്തെ മറക്കാതെ, നമുക്ക് ഇവിടെയൊക്കെ ഇത്രയും ആരാധനയ്ക്കുള്ള സൗകര്യങ്ങളും ഈ കൃപകളും ഒക്കെ, സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്ത ആളുകളിവിടെ ഉണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന അവസരങ്ങള്. വാതിൽക്കൽ 2 പേരെ നിർത്തിക്കൊണ്ടാണ് പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടിയിരുന്ന. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നപ്പോൾ ദൈവം നടത്തിയ വഴികളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും, വിശ്വാസത്തിന്റെ വിത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അമ്മ മടിയിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അതൊരിടത്തും പോകില്ല. ഇനി വഴികളെ കുറിച്ച് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി വഴികൾ വരുമ്പോൾ വി വിൽ ബി കൺഫ്യൂസ്ഡ്. ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വഴി അറിയാതെ നടക്കുന്ന ആളുകളുണ്ട്. അവിടെ വഴി അറിയാതെ നടക്കുന്ന ആളുകള്
ഒരു ഒരു കാത്തലിക് ചർച്ചിലെ ഒരു സെയിന്റിനെ കുറിച്ച് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് സെയിന്റ് അഗസ്റ്റിൻ. കേട്ടിട്ടുണ്ടോ? സെയിന്റ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 4th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, ഹി വാസ് എ ലോയർ, ഒരു വക്കീൽ പഠനത്തിൽ ഏർപ്പെട്ട് അവസാനം ഒരു മനുഷ്യനെ എന്തോരം അധപ്പതിക്കാമോ, കള്ളും കുടിച്ച് സകല ദുർമാർഗങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ച് ഒരു വെപ്പാട്ടിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കുഞ്ഞുണ്ടായി. ഇങ്ങനെ തെരുവീക്കടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഏതാണ് യഥാർത്ഥ ജീവന്റെ വഴി എന്നറിയാൻ പാടാണ്ട് അറിഞ്ഞു നടക്കുന്ന ഒരു കൻ. അപ്പൊ ഈ അഗസ്റ്റിൻ ഇങ്ങനെ തെരുക്കോളുകളിലൂടെ നടക്കുമ്പോൾ രാത്രി അമ്മ മോണിക്ക മുട്ടിന്മേൽ നിന്ന് മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കരഞ്ഞ് 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 അമ്മയുടെ കണ്ണുനീര് തീർന്നു. ഒരു പ്രാവശ്യം അംബ്രോസ് എന്ന് പറയുന്ന ബിഷപ്പിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ ഈ അംബ്രോസ് പറഞ്ഞു, ഒരമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയിൽ നിന്ന് ഒരു മകനെ തട്ടിയെടുക്കാൻ ഒരു പൈശാചിക ശക്തിക്കും സാധിക്കും. ഒരമ്മയുടെ കണ്ണുനീരിൽ കുറഞ്ഞ പ്രാർത്ഥനയിൽ നിന്ന് ഒരു മകനെ തട്ടിയെടുക്കാൻ ഒരു പൈശാചിക ശക്തി. നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മകനാണെങ്കിൽ ഇങ്ങനെ ജീവിതം തുടങ്ങുന്നു. ഒരു ദിവസം ഈ അഗസ്റ്റീൻ അവനിങ്ങനെ ലക്കുകെട്ട് കുടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു പാട്ടവൻ കേൾക്കാനിടയായി. He listened. Accidentally he heard a song. ആ സോങ് എന്ന് പറയുന്നത് അത് റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ അതിനെ ബേസ് ചെയ്തുള്ളതായിരുന്നു. രാത്രി പകലെന്ന പോലെ രാത്രിയിലും നിർമ്മതനായി നടക്കുക തുടങ്ങിയ, മദ്യപാനം വെറുക്കൂ തുടങ്ങിയ, അതിലേക്ക് ഏർപ്പെടാതെ തുടങ്ങിയുള്ളതായ ആ ഭാഗം നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് വായിക്കാമോ? റോമർ ചാപ്റ്റർ 13:11-14. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വരച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെ എന്ന പോലെ നാം മര്യാദയെ നടക്കുക. വെളുപ്പുത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശൈലമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. So Romans chapter 13:11-14. സോ ഈ പാട്ട്, ഈ വാക്യം എങ്ങനെയോ ഈ അഗസ്റ്റിന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ നല്ല സുബോധമില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ എടുക്കുക, വായിക്കുക, ഇതിങ്ങനെ ചെവിയിൽ മുഴങ്ങി. വീട്ടിൽ വന്ന് അഗസ്റ്റിൻ വേദപുസ്തകം എടുത്തു. അന്ന് ആദ്യം വായിച്ചപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല. വീണ്ടും വീണ്ടും അനേക പ്രാവശ്യം വായിച്ചു. ദൈവത്തിന്റെ ആ വചനം അഗസ്റ്റിന്റെ ജീവിതത്തെ തകിടം മറയ്ക്കുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, ആ ദൈവവചനം അഗസ്റ്റിനെ അവന്റെ പാപമംഗലമായ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും പാപിയായിരുന്ന അഗസ്റ്റിൻ കത്തോലിക്ക സഭയുടെ ഡോക്ടർ ഓഫ് ദി കാത്തലിക് ചർച്ച്, ആ സഭയുടെ ഏറ്റവും വലിയ വിശുദ്ധനായി മാറുകയാണ്. അഗസ്റ്റിൻ പിന്നീട് എഴുതി, എന്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്റെ പാപക്കറകളെ കഴുകി എന്നെ വിശുദ്ധനാക്കിയത്. മാതാപിതാക്കൾ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയിട്ട്, ആ പ്രാർത്ഥന ഒരു പാപിയായിരുന്നവനെ വിശുദ്ധനാക്കി തീർത്തുവെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും ഉടനെ ഉത്തരം കിട്ടില്ല. മടുത്തു പോകാതെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്ത് വഴിയറിയാതെ നടന്നവൻ ജീവിതത്തിലെ യഥാർത്ഥമായ വഴി, കർത്താവായ യേശുക്രിസ്തുവാകുന്ന വഴിയെ കണ്ടെത്തുമ്പോൾ ദൈവീകമായ വഴികളിലേക്ക് തിരിച്ചു വരുന്ന അനുഭവം. ഇനി വഴി അറിഞ്ഞിട്ടും വഴി മാറി നടക്കുന്ന ചില ആളുകളുണ്ട്. നമ്മളൊക്കെ ഓരോ ക്രിസ്ത്യാനിയും മാമോദീസായിലൂടെ കർത്താവിനെ അറിഞ്ഞവരാണ്. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും പരിശുദ്ധ സഭയും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ നമുക്ക് മക്കളെ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സത്യവും ശരിയും എന്തെന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നടക്കുന്ന ചില ആളുകൾ. വേദപുസ്തകത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട്. യോനായുടെ ജീവിതം ഉദാഹരണമാണ്. ദൈവം പറഞ്ഞ വഴികൾ, എങ്ങോട്ട് പോകാനാ പറഞ്ഞ യോനയോട്? നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് കപ്പലിൽ കയറി
തർസോസിലേക്ക് വേറെ വഴി കയറി. അവനറിയാം ഏത് വഴിക്കാ പോകേണ്ടതെന്നുള്ളത്. വഴി മാറി കയറി. എന്ത് സംഭവിച്ചു? അവൻ കയറിയ ആ കപ്പല് പോലും അവന് ഉൾക്കൊള്ളാൻ പറ്റാതെ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറി നടക്കുന്നവൻ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ മൂലം അവനും ആ കപ്പലുള്ളവരും നശിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ വഴികൾ ഇന്നത് സത്യമെന്നും ഇന്നത് നല്ലതെന്നും ദൈവം കാണിച്ചു തരുന്ന വഴികളെ വിട്ട് ജീവിക്കുന്ന ആ മാർഗങ്ങൾ, അതിന്റെ പരിണിത ഫലങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതായ പഴയ നിയമത്തിൽ മനോഹരമായ ഒരു ക്യാരക്ടറാണ്. ദാവീദ് ഇശായിയുടെ മക്കളില് രാജസ്ഥാനത്തേക്ക് വിളിക്കാനായിട്ട് അവിടെ ശമൂവേൽ പ്രവാചകൻ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും വന്നു. പക്ഷെ ഇവരെ ആരും എടുക്കണില്ല. അപ്പൊ ഇനി മക്കൾ ആരെയില്ലെന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്നാ പറഞ്ഞേ? ആരുമില്ല എന്ന് പറഞ്ഞാൽ ഇനി മകനായിട്ടൊരു മോനുണ്ടെന്ന് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പറഞ്ഞിട്ട് ഇനി ആരുമില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരുത്തനോടെ ഉണ്ട്, പക്ഷെ അവനൊന്നും കൊള്ളാവുന്നവനല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവനെ കൂടെ വിളിക്കാൻ പറഞ്ഞു, ദാവീദിനെ. അങ്ങനെ ദാവീദ് വന്ന് അവനെ രാജാവ് അഭിഷേകം ചെയ്തു. ദൈവം അവനെ തിരഞ്ഞെടുത്ത വലിയൊരു പദ്ധതി ഉണ്ടായി. അവന് വേണ്ടി ആ നിസ്സാരനായിരുന്ന ഇശായിയുടെ മക്കളിൽ ഒന്നുമില്ലാതിരുന്നവെന്ന് ചിന്തിച്ചവന് അവന് രാജാവാക്കി എന്തോ ഒരു കൃപകൾ കൊടുത്തു. പക്ഷെ അവൻ ആ വഴികളിൽ നിന്ന് മാറി അറിഞ്ഞിട്ടും പോകേണ്ട വഴിയിൽ നിന്ന് വ്യത്യസ്തമായി ചരിക്കാൻ തുടങ്ങിയപ്പോൾ അവന് ദൈവം എന്തോരം കൃപകളും എന്തോരം സമ്പത്തും എല്ലാം കൊടുത്തിട്ട് തന്റെ ഭടനായ ഉരിയാവിന്റെ ഭാര്യയെ മോഹിച്ച് ആ പാവപ്പെട്ട പട്ടാളക്കാരൻ ഇവന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയേക്കുകയാണ്. തന്റെ കണ്ണിനെ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ കണ്ണുമായി ഞാൻ ഒരു ഉടമ്പടി വെച്ചിരിക്കുന്നുവെന്ന് യോബ് പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ വായ്ക്കൊരു കാവൽക്കാരനെയും അധരങ്ങൾക്കൊരു കാവൽക്കാരനെയും ഇന്ദ്രിയങ്ങൾക്കൊരു കാവൽക്കാരനെയും നിയമിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണുമായുള്ള ഉടമ്പടി സാധാരണ പറയും ഒരു നോട്ടം അനിവാര്യമായിരിക്കാം, പക്ഷെ വീണ്ടും രണ്ടാമത്തെ നോട്ടം, അതാണ് പാപത്തിലേക്ക് വീണ്ടും മനുഷ്യരെ കൊണ്ടുവന്നത്. ഒരു നോട്ടം ചിലപ്പോ അനിവാര്യമായിരിക്കാം, ചിലത് നമ്മൾ യാദർച്ഛികമായി കണ്ട്. ദാവീദിന്റെ കണ്ണുകളിലൂടെ പ്രവേശിക്കുന്ന പാപം അവന്റെ ഹൃദയത്തിൽ പാപം ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവന് ദൈവം കാണിച്ചു കൊടുത്ത കൃപകളും വഴികളിൽ നിന്ന് മാറിയതുകൊണ്ട് എന്താ സംഭവിച്ചേ? ആ ഉണ്ടായ കുഞ്ഞ് അത് മരിക്കുകയാണ് ചെയ്യുന്നത്. ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വാളൊഴിയാതെ നിൽക്കുകയാണ്. മകൻ മകളെ ബലാത്കാരം ചെയ്യുകയാണ്. സ്വന്തം ഭാര്യയെ വെപ്പാട്ടികളാക്കി കൊണ്ടുപോകുന്നു. അവസാനം മകൻ കൊല്ലുമെന്ന് പേടിച്ച് ദാവീദ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അനേക വർഷങ്ങളായി തലമുറകളായി ശുശ്രൂഷിച്ച ഊരിയാവിന്റെ കുടുംബം കുളം തോണ്ടിപ്പോയി. ഒരുത്തന്റെ ദൈവിക വഴിയിൽ നിന്ന് മാറി ഇതാണ് നിന്റെ ജീവിക്കാനുള്ള വഴിയെന്ന് ദൈവം കാണിച്ചു തന്ന കൃപകൾ കൊടുത്തിട്ട് അതിലൂടെ ചരിക്കാതെ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേർന്ന് അവസാനം തമ്പുരാന്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കി ദൈവം, അതാ 51-ാം മസമൂറ. ആ മസമൂറ, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമെന്ന് ഹൃദയം തകർന്നുകൊണ്ട് ജീവിതം വീണ്ടും ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ വഴികളിലേക്ക് അവൻ തിരിച്ച് നടക്കുമ്പോഴാണ് തമ്പുരാന്റെ ആ കുടുംബത്തിന്റെ ഉടയവനായിട്ട് ദാവീദിന്റെ ഗോത്രത്തില്, കർത്താവിന്റെ കുടുംബത്തിന്റെ ജനിക്കുവാൻ ആ ഗോത്രത്തിന്റെ, ദാവീദ് ഗോത്രത്തിന്റെ ആ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആഫ്രിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി ഫ്രീഡമുണ്ട്, ഒത്തിരി പ്രൈവസി ഉണ്ട്. നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ നമ്മൾ കാണിക്കുന്ന ജീവിതങ്ങളോ ഒക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നമുക്ക് എല്ലാം മറച്ചു വെക്കാൻ സാധിക്കും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട് കുടുംബസ്ഥരായി ജീവിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞത്. മാതാപിതാക്കള്, ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത, ഇങ്ങനെ ജീവിതത്തിൽ ദൈവം തരുന്ന ആ വഴികളിൽ നിന്ന് മാറിപ്പോകാതെ, വഴി അറിഞ്ഞിട്ടും വഴി മാറി നടക്കുന്ന ആളുകൾ, അവസാനം വഴി തെറ്റിക്കുന്ന ചില വഴികാട്ടികളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില കുസൃതിക്കാർ പിള്ളേർ നമ്മുടെ നാട്ടിലൊക്കെ ഈ സൈൻ ബോർഡ് വെച്ചിരിക്കും. ഇപ്പൊ ഏറ്റുമാനൂർ എന്ന് കഴിയുമ്പോഴാണെങ്കിൽ എറണാകുളത്തേക്കുള്ള വഴി, കോട്ടയത്തേക്കുള്ള വഴി, അത് ചില പിള്ളേർ ചില സ്ഥലത്ത് ഇങ്ങനെ തിരിച്ചു വയ്ക്കും. എന്ത് സംഭവിക്കും? നമ്മള് വഴി അറിയില്ലാത്തവൻ വേറെ വഴിക്ക് കയറി പോകും. ഇതുപോലെ വഴി തെറ്റിക്കുന്ന ചില വഴികാട്ടികളുണ്ട്. ഇപ്പൊ ഞങ്ങള് പുരോഹിത വർഗമാണെങ്കിൽ ആത്മീയ ദർശനത്തിലൂടെ ജനത്തെ ദൈവത്തിലേക്ക് നയിക്കേണ്ട ആളുകളാണ്.
നിങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ മക്കൾക്കുള്ള വഴികാട്ടികൾ എന്ന് പറയുന്നത്. ദാറ്റ് സൈൻ ബോർഡ്സ് യുവർ ലൈഫ് ഇറ്റ്സെൽഫ്. ഈ കുഞ്ഞുങ്ങള് നിങ്ങളുടെ ജീവിതത്തെ ഒപ്പിയെടുക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. ഞാനൊരു നിങ്ങളുടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കല് എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ടൊരു കുടുംബമാണ്. അവർ വെക്കേഷനിൽ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇളയ കൊച്ച് അന്ന് VBSന് പോയിട്ട്, ഡു യു ഹാവ് VBS ഹിയർ, യു ലൈക്ക് ഇറ്റ്? യെസ്. VBSന് പോയിട്ട് ഈ കുഞ്ഞ് അവർ തിരിച്ചു വന്നു. അപ്പോ അപ്പനുണ്ട്, അമ്മയുണ്ട്. അപ്പനിങ്ങനെ ഈ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ 4-5 വയസ്സേ ഉള്ളൂ. കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഇന്ന് പോയിട്ട് എന്താ പഠിച്ചത്? അപ്പോൾ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണ്. എനിക്ക് വലിയ സന്തോഷമായി. ശരിക്കും നിങ്ങളുടെ പേരൻസ്, തിരുമേനി ആദ്യം പറഞ്ഞു, ദേ ലിവ് ഫോർ യു ആൻഡ് ദേ സാക്രിഫൈസ് ദെയർ ലൈഫ് ഫോർ യു. അപ്പൊ ഇനിയുള്ളത് നിങ്ങൾ മുതിർന്നവരെ കേൾക്കാനുള്ളതാണ്. അപ്പൊ ഈ കൊച്ചിനോട് ഞാൻ എന്റെ വകയായിട്ട് കുറച്ച് അഡീഷൻസ് ഞാൻ ഇവിടെ കൊടുത്തു. മക്കളെ, അങ്ങനെ തന്നെയാണ്, മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവമാണ്. ഈ കൊച്ചിത് 5 വയസ്സുള്ളൂ. ഈ കൊച്ചിതെല്ലാം കേട്ടിരുന്നിട്ട് അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അപ്പന് വലിയ സന്തോഷമായി. കാലൊക്കെ ഏറ്റ് വെച്ച് കൊച്ചിതൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്. 5 വയസ്സുള്ള ആ കൊച്ചനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ തിരുമേനി പറഞ്ഞില്ല, മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവമാണ്. അപ്പൊ ഈ ദൈവം ചേർത്ത് വലിക്കും. 5 വയസ്സേ ഉള്ളൂ, ദൈവം ചേർത്ത് വലിക്കും. ദൈവത്തിന്റെ ചിത്രം നിങ്ങളുടെ മുഖത്തൂടെ, നിങ്ങളിലൂടെ, നിന്റെ അപ്പനും അമ്മയും ദൈവമാണ് കാണപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞ് ദൈവത്തെ കാണുന്നത് നിങ്ങളിലൂടെയാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ മുമ്പില് അപ്പന്റെ അമ്മയുടെ ഒരു ചിത്രം. ഞാൻ നമ്മുടെ ഒരു സ്കൂളില്, അടുത്തൊരു സ്കൂളില് ഒരു കൊച്ചൊരു ദിവസം അസംബ്ലിയില് തലകറങ്ങി വീണ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് വിചാരിച്ചത് വെയില് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ വായിൽ നിന്ന് നിറയും വരാൻ തുടങ്ങി. നോക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ 8 വയസ്സോ 9 വയസ്സേ ഉള്ളൂ ആ കൊച്ചിന്. അകത്ത് മദ്യം ചെന്നിട്ടുണ്ട്. രാവിലത്തെ അസംബ്ലിയിലാണ്. അപ്പൊ ഈ 9 വയസ്സുള്ള കൊച്ചിന്റെ വയറ്റിൽ മദ്യം ചെല്ലുന്ന എവിടെയാണ്? സംഭവം എന്നാന്നറിയോ? തലേദിവസം അപ്പൻ കുടിച്ചിട്ട് കുപ്പി അവിടെ വെച്ചിരുന്നു. നല്ല കളറല്ലേ? കൊച്ച് രാവിലെ എടുത്ത് രസത്തിന് അധികം കുടിച്ചില്ല. കൊച്ചിന്റെ വയറ്റിൽ വെയിലും കൂടി അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് കാണിക്കുന്നു നിങ്ങളുടെ ജീവിതം ആ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കും. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനയും. ഞാൻ പള്ളിയിൽ പറഞ്ഞു, 1 വയസ്സുള്ളപ്പോഴും എൻ്റെ അമ്മ മടിയിൽ കിടത്തി. ഞങ്ങളെല്ലാവരും രാവിലെ വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് മടിയിൽ കിടക്കാം. പക്ഷെ അവിടെ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, പ്രാർത്ഥനയിൽ അവിടെ ഉണ്ടാകണം. തമ്പുരാൻ ഒത്തിരി പഠിക്കാൻ അവസരമൊക്കെ തന്നു. തിയോളജിയിൽ ഒത്തിരി പഠിച്ചു. പക്ഷെ അതിനേക്കാൾ എല്ലാം ഇന്നും കിടക്കാൻ പോകുമ്പോ കുഞ്ഞുനാളിലെ അമ്മ പറഞ്ഞു തന്ന പ്രാർത്ഥനയിൽ നെറ്റത്ത് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് കിടത്താലേ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുള്ളൂ. പഠിച്ച ദൈവശാസ്ത്രമൊന്നും അല്ല ഇന്നും ശക്തി തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുഞ്ഞുനാളിലെ അപ്പന്റെ അമ്മയുടെയും കണ്ട് അവരിൽ നിന്ന് നെഞ്ചിത്തരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിത്തന്ന പ്രാർത്ഥനകളും. ഇവിടെ പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങള് കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങള്, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, വഴി തെറ്റിക്കുന്ന വഴികാട്ടികളായി തീരാതെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിതമാണ് യഥാർത്ഥമായ വഴിയും വഴികാട്ടിയും. ദാറ്റ് സൈൻ ബോർഡ്, അവർ ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് ദി സൈൻ ബോർഡ്. അത് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവീക വഴിയിലേക്ക്, നമ്മുടെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഈ ദൈവം തരുന്ന കൃപകളുടെ മധ്യത്തിലും ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് ഇന്നയോളം നടത്തിയ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന ദൈവത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മറക്കാതെ അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഞാനിന്ന് പറയുകയുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നാട്ടിൽ നിങ്ങളൊന്നും ഇല്ലെങ്കിൽ പള്ളിയൊക്കെ നടക്കും, അവിടെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ പള്ളി ഉണങ്ങി കഴിഞ്ഞ് കൊടുക്കുക, ആഴ്ച അവിടെ നടത്തുക. ശുശ്രൂഷയ്ക്ക് പോലും ഒരാളില്ല, ഒരാളെ പിടിച്ച് കുപ്പായം ഇട്ട് അന്ന് ആക്കി. ഇതുപോലെ തന്നെ ഇവിടെ വന്ന് പലപ്പോഴും എമർജൻസി സിറ്റുവേഷനിൽ ശുശ്രൂഷക്കാരായ ഒരാളുകളുണ്ടാവും. അപ്പൊ നിങ്ങള് ദൈവം തന്ന കൃപകൾ നമുക്ക് നമ്മുടെ ഈ മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാനും ആരാധിക്കുവാനുമുള്ള അവസരങ്ങളായിട്ട് ഇവിടുത്തെ ജീവിത മുഖാന്തരമായി തീർക്കാൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും കുടുംബങ്ങളെങ്കിലും, ഇവിടെ 60 ഫാമിലി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് 10 കുടുംബങ്ങളെങ്കിലും ഇന്നിവിടെ ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്
നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ചുമതല വൈദിക സെമിനാരിയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു കാലത്ത് നമുക്കൊരു സെമിനാരി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മുളന്തുരുത്തിക്കടുത്ത് ഉദയഗിരി വെട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സെമിനാരിയായ നമ്മുടെ സെമിനാരി ദൈവം വളർത്തി 100ഓളം ഷെമ്മാശന്മാരവിടെ പഠിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് സഭയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസവും ദൈവഭയവും നമ്മുടെ സഭയുടെ വിശ്വാസാചാരങ്ങൾ അറിയുന്നവരുമായ വൈദികരും മേൽപ്പെട്ടക്കാരുണ്ടായില്ലെങ്കിൽ എല്ലാ ഇടവകളിലും പറയും നല്ല അച്ഛൻ വേണം, നല്ല അച്ഛൻ വേണം. നല്ല അച്ഛന്മാരൊന്നും ഉണ്ടാവില്ല. അതിനുള്ളതായ സാഹചര്യങ്ങൾ നമുക്ക് ഇതിന്റെ ബെനിഫിഷ്യറീസ്, യു ആർ ദി ബെനിഫിഷ്യറീസ്. ഓരോ സഭയുടെ മക്കളുമാണ്. ഇപ്പൊ അവിടെ നിന്ന് 600ഓളം അച്ഛന്മാര് പഠിച്ചിറങ്ങി ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ശുശ്രൂഷ ചെയ്യുകയാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾ ഇന്ന് ഇവിടെയൊക്കെ ഞാൻ വരുമ്പോൾ ഇവ ഈ ആശാഴ്ചയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് സെമിനാരിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു മാസം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 6 ലക്ഷം രൂപ ചെലവുണ്ട്. ഒരു ഷെമാശനെ സ്പോൺസർ ചെയ്യാൻ പഠിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾ ഒരു $600 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 5 വർഷത്തെ പഠനമാണ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമോ. വൈദികന്റെ ജീവിതകാലം മുഴുവനും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അർപ്പിക്കുന്ന കുർബാനകളുടെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഒരു വൈദികനെ നിങ്ങൾ സഭയ്ക്ക് നിങ്ങൾ നൽകുകയാണ്. അതുപോലെ അവിടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ 200ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൊച്ചിനെ, പാവപ്പെട്ട ഒരു കുഞ്ഞിനെ നമുക്ക് വേണ്ടി ദൈവം ഒരു കൃപകൾ തന്നിരിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ സാധിക്കുന്നവര് $500 കൊടുത്താൽ ഒരു കൊച്ചിൻ്റെ ഒരു വർഷത്തെ പഠനം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു ദിവസത്തെ ഫുഡോ വൈദിക സെമിനാരിയിലെ ഫുഡോ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നവർ. അങ്ങനെ ഇതൊന്നും സാധിക്കാത്തവർ സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാട്ടിൽ വരുമ്പോൾ മന്ദിരത്തേക്ക് അടുത്താണ്, അവിടെ വരുമ്പോഴാണ് ആ സ്ഥാപനത്തെ എത്രമാത്രം ദൈവം നടത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പ്രിയപ്പെട്ട അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ട് അച്ഛൻ മൈസൂര് പോയി ദൈവശാസ്ത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അച്ഛനെ എനിക്ക് നേരത്തെ മുതലേ അറിയാം. വളരെ ശാന്തനും അതോടൊപ്പം തന്നെ സമാധാനപ്രിയനുമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ സൗമ്യത പോലെ തന്നെ എപ്പോഴും നല്ല സമർപ്പണത്തോടുകൂടെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു വൈദികനെയാണ് ഇവിടെ ഇടവകയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഒത്തിരി ത്യാഗം സഹിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട അച്ഛനോടും ഈ ഇടവകയിൽ ഇന്നിവിടെ വന്നിട്ട് ദൈവമക്കളോടും എല്ലാം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എന്നെയും നമ്മുടെ സെമിനാരിയും ഓർത്ത് പ്രാർത്ഥിക്കണം. നാട്ടിൽ വരുമ്പോൾ വൈദിക സെമിനാരിയിൽ വരണം. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഈ മക്കളെയും സ്വർഗീയ മാലാഖമാരുടെ കൂട്ടിലും കാവലിനും സംരക്ഷണയിലും കാത്തു സംരക്ഷിച്ച് നല്ല അനുഗ്രഹീത മക്കളായി വളരാൻ ഇവിടുത്തെ അടുത്ത ജനറേഷൻ യു ഹാവ് ഓൾ ദി പോസിബിലിറ്റീസ് ഹിയർ. യു ക്യാൻ ബി ദി ബെനിഫിഷ്യറീസ് ഓഫ് അവർ good things from India. We have a good family system, and you have the care and love you get from your parents, and you have the possibilities for a good education here. So if you combine all these positive elements of Indian culture and the discipline and also the cleanliness, there are so many positive things which you can absorb from this society. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ യു വിൽ ബി ദി ബെസ്റ്റ് പീപ്പിൾ ഇൻ ദിസ് കൺട്രി ആൻഡ് യു ക്യാൻ കം അപ്പ് ടു ദി ടോപ്പ് ഓഫ് ദി സൊസൈറ്റി. ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് യു ആൻഡ് ഗോഡ് ബി വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.